അമ്മമ്മയും വത്സലമ്മയും കുമ്പളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയും കൊണ്ടുള്ള കുമ്പളപ്പം. അപ്പൊ ഇന്ന് എൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന പ്രമാണിച്ച് ഇവർ എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഡിഷിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇതാ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ്. ഇനി ശർക്കര എന്തമ്മ ഉരുക്കണം. ഇത് ചക്കയാണ്. ചക്ക മിക്സിയിലിട്ട് അടിച്ചത്. പഴുത്ത ചക്ക മിക്സിയിലിട്ട് അടിച്ചതാണ്. ഇനി ശർക്കര ഉരുക്കിയിട്ട് ഇതിലൊഴിക്കണം അല്ലേ? ശർക്കര ഉരുക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കണം. എന്നിട്ട് എന്തോ ഒരു അരിപ്പൊടി ഇല്ലേ, അത് അരച്ചിട്ട്. അരിപ്പൊടി അരക്കണ്ട, അരിപ്പൊടി അങ്ങനെ ആക്കണ്ടേ? അരിക്കുക. അരിച്ചിട്ട് ഇതിനകത്തോട്ട് ഇടുന്നു. ഞാൻ ഒരു ദിവസം പഠിച്ചതാ. എന്നിട്ട് അത് വെറുതെ ഇന്ന രസാട്ടോ. ചക്ക ഉണ്ടാക്കണതിന് മുമ്പ് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തി വെക്കൂലേ, അപ്പൊ വെറുതെ ചക്ക ഉണ്ടാക്കുന്നതിന് മുന്നല്ല, ആട ഉണ്ടാക്കണതിന് മുമ്പ് ഇങ്ങനെ പരത്തി വെക്കും. ഇത് എന്ത് ഇലയിലാണ് ഇത് ഉണ്ടാക്കണത്? ഈ കുമ്പളപ്പം എന്ത് ഇലയിലാണ് ഉണ്ടാക്കണേ? എനിക്കറിയില്ല. വഷ്ണയില. വഴണയില എന്നാണോ വഷ്ണയില എന്നാണോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. ആ, കുമ്പിളപ്പം. കുമ്പിള്. അങ്ങനല്ല, അങ്ങനെ എന്തോ ഒരു അപ്പം. കുമ്പിളപ്പം, കുമ്പിള്. വഷ്ണയില, എടണയില എന്നൊക്കെ പറയും. അമ്മമ്മ ഉണ്ടാക്കുന്ന ചക്ക നല്ല ടേസ്റ്റ് ആട്ടോ. പഴുത്ത ചക്ക കൊണ്ട് അട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പഴുത്ത ചക്കയും കൊണ്ട് മാത്രല്ലല്ലോ അമ്മ അട ഉണ്ടാക്കാൻ പറ്റുക, എല്ലാം കൊണ്ടും പറ്റും. പച്ചക്ക കൊണ്ട് പറ്റുമോ? അങ്ങനല്ല, പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അട. പിന്നെന്തുകൊണ്ടാ? ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ വേറെ ഇതുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ അട ഉണ്ടാക്കുന്നത് മനസ്സിലെ പഴം കൊണ്ട് ചക്ക ഇല്ലാതെ തേങ്ങയും ശർക്കരയും പിന്നെ പഴവും കൂടെ കൂട്ടിയിട്ട് മധുരം നല്ല വേണം. വത്സലമ്മേന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വഷ്ണയിലുണ്ട്, മുറ്റത്ത് തന്നെ അല്ലേ? വഷ്ണയിലാണോ വഴണയിലാണോ? വഷ്ണയില. ചാച്ചനൊക്കെ ഇടണയില ഇടണയിലെന്നാ പറയുന്നത്. അരണയല്ല ഇടണയില. ഇവര് ചെങ്ങന്നൂർക്കാരാണ് കേട്ടോ. ചെങ്ങന്നൂരല്ലേ? ചെങ്ങന്നൂര്, ആലായില്, അമ്മ വീട് മാലക്കര, ആറന്മുള ഒക്കെയാണ് ഞങ്ങള് നാട്ടുകാരാണ്. അവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. അവിടെയാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ. ഇങ്ങോട്ട് വന്നത് കോട്ടയം. എങ്ങനെ എത്ര ക്ലാസ്സിൽ ഇവിടെ വന്നത്? 8th ജയിച്ചിട്ട് ഇവിടെ വന്ന് 9ൽ പഠിച്ചു. ചുങ്കത്തറ MPM സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ചുങ്കത്തറ MPMലാണ് പഠിച്ചത്. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പള്ളി സ്കൂൾ ഇപ്പോഴും ഉണ്ട്. അത് പപ്പ പഠിച്ചിരുന്ന സ്കൂളാണ്. പൂകുടുംപാടത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും പള്ളി സ്കൂള്. AUP സ്കൂൾ അല്ലേ? എനിക്ക് എന്റെ സ്കൂൾ പോലും അറിയില്ല. AUP സ്കൂൾ. ഞാൻ പുതിയ സ്റ്റുഡന്റ് ആണ്. ദിയമോള് മാങ്ങ ഉപ്പിലിട്ടത് പുറത്ത് നല്ല തിന്നോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിനും വയറിളക്കം പിടിപ്പിക്കുന്നതായിരിക്കും. അല്ല, മഴ പെയ്യുന്നുണ്ട്. മഴ പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. നല്ല മഴയില്ല, ചെറിയ ചാറ്റൽ മഴ. എന്താ ഈ ശർക്കര ഇങ്ങനെ അമ്മിക്കലയിലിട്ട് ഇടിച്ച് മാങ്ങ ഉപ്പിലിട്ട് ദിയാമോള് വന്നപ്പം മുതൽ ഓരോന്നോരോന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഉപ്പിലിട്ടത് വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം അല്ലേ? മാങ്ങക്കാലം വരുമ്പോ പച്ചമാങ്ങ അച്ചാറിടാം. പിന്നെ മീൻ കറിക്കകത്തൊക്കെ ഇടാം. പിന്നെ മാങ്ങ സ്വന്തം കറി വെക്കാം. എനിക്കൊന്ന് ഞാൻ ആൾക്കാരെ കൊതിപ്പിക്കട്ടെ. ഞാൻ പ്രേക്ഷകരെ കൊതിപ്പിക്കട്ടെ. സ്പൂണ് ദിയാമോള് പുറകിൽ നിന്നുകൊണ്ട് കൈ നീട്ടുന്നുണ്ട്. അവിടെ സ്പൂൺ ഇടുന്ന പാത്രം. ദിയമോക്ക് അടി ഇട്ടാനായിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഒക്കെ അടി ഇട്ടെന്ന്. ഇഷ്ടമില്ല, എനിക്ക് അടി കിട്ടുന്നത് ഇഷ്ടമല്ല. പറ, എനിക്ക് അടി കിട്ടുന്നത്
ആഹാ എനിക്കിഷ്ടം, നല്ല ഇഷ്ടം എനിക്ക് അടി. ഒരു മിനിറ്റ്, അത് കട്ട് ചെയ്യല്ലേ. ഇത് കട്ട് ചെയ്യണില്ല കേട്ടോ, കട്ട് ചെയ്യാതെ ഞങ്ങൾ എടുക്കും. ഇത് കട്ട് ചെയ്യൂല, പക്ഷെ എഡിറ്റിങ് കട്ടാവും. ജീരകം പൊടിച്ചിട്ടുണ്ടോ? ഇല്ല, ജീരകം ഒരു അഞ്ചാറ് ഏലക്കായി മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കാം. അയ്യോ എൻ്റെ വായിൽ വെള്ളം വരുന്നു. ചിലവരുടെ വയറ് വെള്ളം വരും, ചിലവരുടെ വയറ് വെള്ളം വരില്ല. കാരണം അതിൻ്റെ വീട്ടിൽ നിറച്ച് മാങ്ങാമരവും മാങ്ങ ഉണ്ടാവും. അപ്പൊ പിന്നെ മാങ്ങാമരത്തിന് പറയുന്ന പേരെന്താ? മാവ്. ഇടയ്ക്കിടയ്ക്ക് വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ ഇതിനകത്തോട്ട് ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര ഞാൻ ചിരണ്ടണോ? പിന്നെ എന്തിനാ കൊണ്ടുവന്ന് നിന്നെ കൊണ്ടുവന്ന് തേങ്ങ അതിനെ കൊണ്ടുവന്നു. ദേവുന് ഞാൻ കൈമാറുകയാണ് ക്യാമറ. ഭയങ്കര പുളിയാ. തേങ്ങ ചെല്ലാൻ പോവാണ്. 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 2 3 തേങ്ങല്ലേ? ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ശർക്കര മുരുകാൻ ഇനി ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് കൈ കാണിച്ചേ. മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടോ? ഇടയ്ക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോ മാവ് കുഴയ്ക്കാൻ തുടങ്ങി. നേരത്തെ എന്താ ഇല്ലാത്ത, ഇതൊക്കെ ഇടണ എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ കുറേ എടുത്തെടുത്ത് സ്പേസ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ കുഴച്ചു. മാവ് റെഡിയാണ്. ഇനി ഇതാ വഷ്ണേല. ഇതാണ് വഷ്ണേല. എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാൻ വെറുതെ കാണിക്കാം. ഇത് എല്ലാരും കണ്ടിട്ടുണ്ടാവും. നോക്കിക്കേ. ഇനി ഇത് കുമ്പിള് കുത്തും, എന്നിട്ട് അതിനകത്തോട്ട് മാവ് നിറയ്ക്കും. ഇങ്ങനെ ഇങ്ങനെ കുമ്പിള് കുത്തും. ഇപ്പോഴേ നിറയ്ക്കുന്നില്ല. അതിപ്പോഴേ നിറയ്ക്കുന്നില്ല. ഇഡലി പാത്രം ചൂടാക്കി. ഇത് വെറുതെ കുഴച്ച് വെക്കുന്ന മാവ് ഇഷ്ടം. അട തിന്നൂല, കുഴച്ച് വെക്കുന്ന മാവ്. നമ്മൾ ഇല കഴുകി അത് തുടയ്ക്കണം കേട്ടോ. കഴുകിയിട്ടുണ്ട്, തുടച്ചിട്ടില്ല. ഫാനിൻ്റെ ഉള്ളിലേക്ക് വത്സലമാ പൂന്തേനരുവി ഒന്ന് പഠിക്കേ. ആ അടിപൊളി പാട്ടായിരുന്നു, സൂപ്പർ. എപ്പോഴും ഈ ഒരു ഈണത്തിൽ പാടുള്ളൂ, നല്ല ഈണത്തിലാ പാട്.
ഇതിനേക്കാൾ വീണോ സൗണ്ടും ഉണ്ടായിരുന്നു. ഇപ്പം അടുത്തൊരു ഓപ്പറേഷൻ, കഴുത്തിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഒന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇലയാണ് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിച്ചിട്ട് ഈ മാവ് കൈകൊണ്ടെടുക്കാൻ. കൈ കൊണ്ട്. അപ്പൊ ഇത്രയും ഇലയാണ് പറിച്ചിട്ടുള്ളത്. മതിയോ? ഒന്ന് കാണിക്കാനാണ് നിറച്ചു. പിന്നെ മാവെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ നെടുപ്പ്, ഇതിൻ്റെ ഉള്ളിൽ നെടുപ്പിന് നല്ല മണമുണ്ട്. ഈ ഒരു നെടുപ്പിൽ ഭാഗത്ത് ഇത് നമ്മൾ ഉള്ളിലോട്ട് തിരികെ ഇറക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സമൂസ മോഡലുണ്ടാകും. സമൂസ മോഡലുണ്ടാകും. ഇതിപ്പോ എന്തായാലും ഒക്കെ കുഴക്കണില്ല, കുഴക്കുന്നല്ല, ഇതെല്ലാവരും ഇത് റെഡി ആക്കണില്ല. അടുപ്പത്ത് ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി, വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ. ഇത് നിങ്ങൾ എങ്ങനെയാണ് അത് കുത്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഇത് അത് ചൂടായിട്ട് മാത്രമേ ഇത്രയും കുത്തുള്ളൂ. കുത്തല്ല, പിന്നെ എന്താ പറയാ, ഇല മടക്ക. അല്ല ഇപ്പൊ തന്നെ മാവിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി വെച്ചിട്ട് ഈ നെടുപ്പ് ഭാഗം ഉള്ളിൽ അങ്ങനെയല്ല, നെടുപ്പ് ഭാഗത്തൊരു മണം ഉണ്ടാകും, നല്ലൊരു സ്മെല്ലുണ്ടാകും. അത് ഉള്ളിൽ ഈ മാവിനകത്തോട്ട് ഇതിന്റെ സ്മെല്ല് വരാൻ വേണ്ടി അകത്തോട്ട് ഇറക്കി. നമ്മൾ ഈ ഇല പൊട്ടിക്കുമ്പോൾ ഞെടുപ്പ് സഹിതമാണ് പൊട്ടിക്കേണ്ടത്. ഞെടുപ്പ് അവിടെ വെച്ചിട്ട് ഇല മാത്രം കീറിപ്പോയത്, ഞെടുപ്പ് വേണം. ഈ ഭക്ഷണയില വലിയ മരമാണോ അതോ ഇങ്ങനെ ചെറിയ തൈയാണോ? വലിയ മരം ആവാതിരിക്കാനും വെട്ടി കൊടുക്കും. ഇല നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാൻ. കറുകപ്പട്ടയുടെ അതേ കുറച്ചൊരു വലിപ്പമുണ്ടാവും ഇലക്കല്ലേ? കണ്ടു കഴിഞ്ഞാൽ കറുകപ്പട്ടയുടെ ഇലയാണ്. ഈ കറുകപ്പട്ടയുടെ ഇലയാണ് ചെറുതായിരിക്കും, ഇത് വലുതാണ്. കറുകപ്പട്ടയുടെ ഇലയില് ആ കറുകപ്പട്ട ഇത് ഒരു ജനുസാണ്. തേങ്ങ കൊത്തി പിന്നെ ഇതിൽ നെയ്യിൽ വഴറ്റിയിട്ട് നല്ല രസമാണ്. അപ്പൊ അത് കടിക്കൂലേ? അങ്ങനെ പൊന്നോച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കും. വഴറ്റി തേങ്ങ കുത്തി വഴറ്റിച്ചത് ഉണ്ണിയപ്പത്തിൽ ഉണ്ടാക്കുന്ന പോലെ. ഞാനിപ്പോൾ വേറൊരു മോഡൽ ഉണ്ടാക്കി. വരിക്കച്ചക്ക നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കത്തൊന്നുമില്ല, കഷ്ണമായിട്ട് കിടക്കും. കടിക്കും, തിന്നുമ്പോ അത് കടിക്കും. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഉണ്ടാക്കി. കൂഴച്ചക്കയല്ലേ? തേങ്ങയും ഇതും കൂടെ വെച്ചിട്ട് കൊത്തി അരിഞ്ഞരിഞ്ഞ് ഒരേപോലെ അരിഞ്ഞരിഞ്ഞ് ഇത് വേവിക്കത്തൊന്നുമില്ല. അത് ഈ മാവിനകത്തോട്ട് കുഴഞ്ഞിട്ടിട്ട് ശർക്കരയും തേങ്ങയും ഏലക്കയും ജീരകയും എല്ലാം കൂടെ പൊടിച്ചിട്ടിട്ട് നല്ലപോലെ കുഴച്ചിട്ട് പൊടി പിന്നെ ഒരു മയം വരാൻ എന്തോ ചെയ്തു വരും. പൊടി വറക്കാൻ തോന്നുന്നു. ചൂടാക്കി അവിടെ നമ്മുടെ അവിടെ ഭക്ഷണയിലില്ല, ഇവിടെ ഉണ്ട്. ഇതില് എന്താ കുറച്ച് ഈ പൊടി ഗോതമ്പല്ലേ, ഈ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അരിപ്പൊടിയുടെ കൂട്ടത്തിൽ അല്ലേ? അരിപ്പൊടി. ഇത് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്. ചൂട് പിന്നെ ചൂടുണ്ടെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ചെറിയ ചൂടുണ്ടാവും. നല്ല ചൂടുണ്ട്. ഇപ്പൊ തീ ഓഫ് ആക്കിയതല്ലേ ഉള്ളൂ.
അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. സമൂസ മാതിരി ഇരിക്കുന്നു. ഞാൻ തോന്നട്ടെ. ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഓഫാക്കിട്ടല്ലോ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വത്സലമ്മ പറഞ്ഞു അമ്മമ്മേനോട് ഇത്തിരി ശർക്കര കൂട്ടിയിടാൻ. അപ്പൊ ശർക്കരയാണോ പഞ്ചസാരയാണോ കൂട്ടിയിട്ടെന്ന് അറിയാം. ശർക്കരയാണ്. ശർക്കര ഇട്ടോണ്ടല്ല കളർ വന്നത്, ബ്രൗൺ കളർ. അത് സാധാരണ ചക്കരക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് തിന്ന് തീർക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചക്കയുടെ ഇഷ്ടപ്പെട്ടു, ഈ കുമ്പളപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം, അല്ലെങ്കിലും ട്രൈ ചെയ്യണം. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കിനും ബൈ ബൈ.